ഹായ് ഗായ്സ്, എല്ലാവർക്കും മാർക്കറ്റ് മീഡിയ യൂട്യൂബ് ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിലെ പോലെ തന്നെ ഈ വീഡിയോ നമ്മളൊരു വ്ളോഗുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവരെയും ഈ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യാണ്. നമ്മൾ കഴിഞ്ഞ വീഡിയോ വ്ളോഗ് ചെയ്തതിൽ എല്ലാവരും നല്ല അഭിപ്രായങ്ങളൊക്കെ നൽകി. അപ്പോൾ അതിന് എല്ലാവരോടും നന്ദി അറിയിക്കാണ്. എല്ലാവരും ഈ വീഡിയോ മുഴുവൻ ഇരുന്ന് കാണണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. കൂട്ടുകാരങ്ങനെ യാത്ര തുടങ്ങുക. അപ്പോൾ നമ്മൾ ഇന്ന് ഈ ടൂർണമെൻറ്റിലെ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് കാണാം. ഇന്ന് ജൂലൈ 20 വേൾഡ് ചെസ് ഡേ. കാഴ്ച പരിമിതരും കാഴ്ച പരിമിതിയൊന്നും ഇല്ലാത്തവരും തമ്മിൽ ഇന്ന് ഒരു 15ഓളം ആളുകൾ ഇന്ന് ചെസ് പോരാടുകയാണ്. എൻ്റെ ഇവിടെ നിൽക്കുന്നത് നമ്മുടെ മുസ്തഫ, അവൻ ജൂനിയർ ചെസ് ചാമ്പ്യനാണ് ബ്ലൈൻഡ് ചെസ്സിൽ. ഇത് നമ്മുടെ ദിലീപ് ഏട്ടൻ, ഞാൻ VI വ്ളോഗറിൻ്റെ അധിപനാണ് കേട്ടോ. അപ്പോൾ നമുക്ക് കൂടുതൽ വിശേഷങ്ങൾ കണ്ടറിയാം. അങ്ങനെ 15-15 കാഴ്ചയുള്ളവരും കാഴ്ചയില്ലാത്തവരുമായിട്ട് 15-15 എന്ന രീതിയിൽ കളിക്കാരൊക്കെ അവിടെ എത്തി കളിക്കാൻ വേണ്ടി റെഡി ആയിരിക്കുകയാണ്. അങ്ങനെ ഇനാഗ്രേഷൻ ഫംഗ്ഷനൊക്കെ വേണ്ടി എല്ലാവരും കാത്തിരിക്കുകയാണ്. എല്ലാവരെയും ഓരോ ബോർഡിൽ കൊണ്ടുപോയി ഇരുത്തിയിട്ടുണ്ട്. മുഴുവനായിട്ട് നല്ല ടഫ് പ്ലെയേഴ്സ് തന്നെയാണ് രണ്ടിലുള്ളത്. കാഴ്ചയില്ലാത്തവരിൽ കുറേ ഫെഡറേറ്റഡ് പ്ലെയേഴ്സ് ഉണ്ടെങ്കിൽ ഓപ്പോസിറ്റ് കാഴ്ച ഉള്ളവരിലും കുറേ ഫെഡറേറ്റഡ് ചെസ് പ്ലെയേഴ്സ് ഉണ്ട്. വേൾഡ് ചെസ് ഡേയുമായി ബന്ധപ്പെട്ട് കേരള ചെസ് അസോസിയേഷൻ ഫോർ ദി ബ്ലൈൻഡും സ്പോർട്സ് കൗൺസിലും ചെസ് തൃശ്ശൂരും ഒക്കെ സംയുക്തമായാണ് ഈ പ്രോഗ്രാം നടത്തുന്നത്. പങ്കെടുത്ത എല്ലാവരെയും അവർ പൊന്നാട അണിയിച്ച് മൊമെൻ്റോ ഒക്കെ നൽകി ആദരിച്ചു. ആദ്യമായിട്ട് ഒരു വനിത ഈ യൂണിയന്റെ പ്രസിഡന്റ് ആയിട്ടുള്ളത് വിനീതയാണ്. വിനീത ആദരിക്കാൻ പോകുന്നത് കാസർഗോഡ് നിന്നുള്ള വിഷണി ചാലഞ്ച് ചെസ് പ്ലെയർ ആയിട്ടുള്ള ശ്രീ കെ ദിലീപിനെയാണ്. കെ ദിലീപ് MA ഗ്രാജുവേറ്റ് ആണ്, പോസ്റ്റ് ഗ്രാജുവേറ്റ് ആണ്. അതുപോലെ നെറ്റ് ക്വാളിഫൈ ചെയ്തിട്ട് ഒരു അധ്യാപകനായിട്ട് സേവനമനുഷ്ഠിക്കാൻ എല്ലാം അർഹത നേടിയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹം വളരെ പ്രധാനിയായിട്ടുള്ള കെ മുസ്തഫ 2 തവണ കേരള സംസ്ഥാന ജൂനിയർ ബ്ലൈൻഡ് ചെസ് കിരീടം നേടിയിട്ടുള്ള ഉദ്ഘാടനം നിർവഹിച്ചത്. സ്പർശിച്ച് മനസ്സിലാക്കാനുള്ള ചെറിയ വ്യതിയാനങ്ങൾ വരുത്തിയിട്ടുണ്ട് എന്നല്ലാതെ ഈ ഒരു ചെസ്സിൻ്റെ നിയമത്തിലൊന്നും യാതൊരു വ്യത്യാസവും ഇല്ലാതെ യഥാർത്ഥത്തിലെ ചെസ്സിലുള്ള അതേ നിയമങ്ങളൊക്കെ വെച്ചതാണ് കാഴ്ചയില്ലാത്തവരും കാഴ്ചയുള്ളവരും കളിക്കുന്നത്. ഒരു ഭാഗത്ത് 15 കാഴ്ച വൈകല്യമുള്ളവർ അണിനിരന്നപ്പോൾ മറുഭാഗത്ത് കാഴ്ചക്ക് പരിമിതിയില്ലാത്ത 15 പേർ അണിനിരക്കുകയാണ്. അങ്ങനെ വാശിയും വീറുമേറിയ മത്സരങ്ങൾ തുടരുകയാണ്. 60 മിനിറ്റ് പ്ലസ് 30 സെക്കൻഡ്സ് ഇൻക്രിമെൻ്റ് വെച്ചിട്ടുള്ള ക്ലോക്ക് ടൈമിങ്ങിലാണ് കളി നടക്കുന്നത് കേട്ടോ. അങ്ങനെ ആ എക്സിബിഷൻ മാച്ചൊക്കെ അവസാനിച്ചു. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ട്രെയിനിൽ കയറി തിരിച്ച് കോഴിക്കോടേക്ക് തന്നെ വരികയാണ്. ഞങ്ങൾ നേത്രാവതി എക്സ്പ്രസ്സിനായിരുന്നു വരുന്നത്. തിരിച്ചു വരുമ്പോൾ ട്രെയിനിൽ ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ. ആ ഒരു എക്സിബിഷൻ മാച്ചിൽ നിന്നെടുത്ത ചെറിയ ഫോട്ടേജുകളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഓക്കെ, ബൈ ഗൈസ്.